ഒറ്റശിഖരം സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്രമോഹൻ സാറ് മീനാക്ഷിയോട് ചില കാര്യങ്ങൾ വന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന പ്രസന്ന പറയുന്നുണ്ട്, സാറ് പറഞ്ഞത് മനസ്സിലായി, മീനാക്ഷി കുറച്ച് ദിവസത്തേക്ക് കുഞ്ഞിന് പാല് കൊടുക്കണമെന്നല്ലേ, എന്നാൽ ചേട്ടൻ സമ്മതിക്കത്തില്ല, ഇന്ന് തന്നെ കുഞ്ഞിന് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് നിൽക്കുക, വെറുതെ എന്തിനാ ഒരു വഴക്കുണ്ടാക്കുന്നു എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടനും ചേച്ചിക്കും കണക്ക് പുസ്തകം നോക്കിയാൽ മതി, പക്ഷെ മീനാക്ഷിക്ക് അങ്ങനെയല്ല. മീനാക്ഷി പ്രസവിച്ച കുഞ്ഞാണത്. ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ ആയാലും, സ്നേഹിച്ചവൻ ചതിച്ചിട്ടായാലും, താലി കെട്ടി കല്യാണം കഴിച്ചിട്ടായാലും, ഒരമ്മയ്ക്ക് താൻ പ്രസവിച്ച കുഞ്ഞ് സ്വന്തം കുഞ്ഞ് തന്നെയാണെന്നാണ് ചന്ദ്രമേനോൻ പറയുന്നത്. നാട്ടുകാരും വീട്ടുകാരൊക്കെയാണ് തരംതിരിച്ച് കാണുന്നതെന്നും എനിക്ക് ഇത്രേ പറയാനുള്ളൂ മീനാക്ഷി. ഈ കുഞ്ഞിന് 3 ആഴ്ചത്തേക്കെങ്കിലും ബെസ്റ്റ് ഫീഡിങ് കിട്ടണമെന്നാണ് ചന്ദ്രമോഹൻ പറയുന്നത്. അത്രയെങ്കിലും കാരുണ്യം മീനാക്ഷി ആ കുഞ്ഞിനോട് കാണിക്കുമെന്നാണ് മേനോൻ സാറ് കരുതുന്നതെന്ന് പറയുന്നു. മീനാക്ഷി അത് മനസ്സ് വെച്ചാലേ നടക്കുകയുള്ളൂ എന്നും കണക്ക് പുസ്തകവും കക്ഷത്ത് വെച്ച് നടക്കുന്നവർക്ക് നോ പറയാൻ വളരെ എളുപ്പമാണെന്നും മീനാക്ഷിക്ക് അങ്ങനെ പറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മാത്രമല്ല, മേനോൻ സാറിൻ്റെയും. ഇത് കേൾക്കുന്ന പ്രസന്ന പറയുന്നത്, എന്തിനാ അവളുടെ മനസ്സ് ഇളക്കി മറിക്കുന്നേ? നടക്കാത്ത കാര്യമാണ് നിങ്ങൾ പറയുന്നത്. ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, അത് മീനാക്ഷി തീരുമാനിക്കട്ടെ എന്ന്. അതിനപ്പുറം വേറൊരു തീരുമാനവുമില്ല. അങ്ങനെ മീനാക്ഷി തൻ്റെ സമ്മതം പറയാണ്. 3 ആഴ്ചത്തേക്കല്ലേ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന പ്രസന്ന, അയ്യോ മോളെ, നീ എന്ത് വിചാരിച്ചിട്ടാണ് ഈ പറയുന്ന? അച്ഛൻ നിന്നെ കൊല്ലും. മീനാക്ഷി പറയുന്നുണ്ട്, കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ, എന്നെയല്ലേ, സാരമില്ല എന്നും പറയുന്നു. അച്ഛൻ ഇപ്പം തന്നെ കലി കയറിയിരിക്കുക, അത് നിനക്ക് ഓർമ്മ വേണം മോളെ എന്നും. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അമ്മ ഒരു അമ്മയല്ലേ, ഞാനും ഒരു അമ്മയാണെന്ന് അമ്മയും ഓർക്കണം എന്ന് പറയുന്നു. എൻ്റെ കൂടെ നിൽക്കണം. ഇതെല്ലാം കേൾക്കുന്ന ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പോയിക്കോട്ടെ, മീനാക്ഷിയുടെ ഒരു വാക്കു മാത്രം എനിക്ക് മതിയെന്നും മേനോൻ സാറിനും അതുമാത്രം മതിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ പ്രസന്ന പറയുന്നത്, നീ എന്താ മോളെ വിചാരിച്ചിങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ വേറൊന്നും നോക്കുന്നില്ല അമ്മേ, എൻ്റെ മോളെ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ എന്ന് മീനാക്ഷിയും പറയുന്നു. ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണാം.